CPM ഇപ്പോഴും ആത്മവിശ്വാസത്തിന് വകയുണ്ട്. അങ്ങനെ വകയില്ല എന്നുള്ളൊരു സാഹചര്യമില്ല. പക്ഷേ 90 സീറ്റിന് മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് അതികഠിനം തന്നെയായിരിക്കും. 2021 91 സീറ്റിലാണ് കേരളത്തിൽ, 2016 കേരളത്തിൽ 91 സീറ്റ് നേടിയാണ് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. 2021 അത് 99 സീറ്റായി വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. 2016 ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള വലിയ ആരോപണങ്ങളും അന്ന് കേരളം വലിയ വിവാദങ്ങളിൽ കത്തിനിന്ന സാഹചര്യമാണ്. ഭരണമാറ്റത്തിൻ്റെ എല്ലാ അനുകൂല സാഹചര്യവും അന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 2016 ഉണ്ടായിരുന്നു. അതിൻ്റെ നേട്ടം അന്ന് 2016 കിട്ടി. അങ്ങനെ 91 സീറ്റ് ലഭിച്ചു. 2021 വരുമ്പോൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതുപോലെ തന്നെ കോവിഡും അതുപോലെ തന്നെ പ്രളയവും ഒക്കെയുള്ള സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ ഒരു സർക്കാർ തുടരണം എന്ന് അന്ന് ജനങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് 2021 വലിയ ജനപിന്തുണ അന്ന് പിണറായി സർക്കാരിന് കിട്ടി. അങ്ങനെ 2021 അധികാര തുടർച്ച നേടി 99 സീറ്റുമായി. പക്ഷേ ഈ സാഹചര്യങ്ങളൊന്നും ഇപ്പോഴില്ല. അതേസമയം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സർക്കാരിൻ്റെ 10 വർഷത്തെ ഒരു വികസന നേട്ടമുണ്ട്. ആ നേട്ടത്തിനെതിരെ വലിയ ഒരു വിമർശനമോ അതല്ല എങ്കിൽ സർക്കാർ ആ നിലയിൽ വലിയ പരാജയമാണ് എന്ന രീതിയിലൊന്നും തന്നെയുള്ള ഒരു നറേറ്റീവ് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല. പകരം സർക്കാരിൻ്റെ 10 വർഷത്തെ വികസന നേട്ടവും പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള കുറേ വിവാദ വിഷയങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആകെ കണ്ടത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തൊക്കെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ടുള്ളത് ഒരുപാട് വിവാദ വിഷയങ്ങളാണ്. അതേസമയം അടിസ്ഥാന വികസന രംഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റോഡുകളില്ല, പാലങ്ങളില്ല, ആശുപത്രികളുമായി ബന്ധപ്പെട്ടോ അതൊക്കെ ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പൊതുവേ സർക്കാർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്നതാണ് ജനം വിലയിരുത്തിയിട്ടുള്ളത് എന്നതാണല്ലോ പല റിപ്പോർട്ടുകളും സർവേകളും ഒക്കെ തന്നെ പുറത്തു വന്നത്.